ലോകത്തിലെ ഏറ്റവും അപകടകാരിയായ ആയുധം എല്ലായ്പ്പോഴും മിസൈൽ ആയിരിക്കണമെന്നില്ല. ചിലപ്പോൾ അത് ശബ്ദമില്ലാതെ കടലിനടിയിലൂടെ സഞ്ചരിക്കുന്ന ഒരു സബ്മറൈൻ ആയിരിക്കാം. അത് എവിടെയാണെന്ന് കണ്ടെത്താൻ കഴിഞ്ഞില്ല എങ്കിൽ ഒരു രാജ്യത്തിന്റെ തുറമുഖങ്ങളും ഓയിൽ റൂട്ട്സും നേവൽ ബേസും വരെ വലിയ ഭീഷണിയിലാകും. അതുകൊണ്ടാണ് ഇന്ന് ലോകത്തെ എല്ലാ വലിയ നേവികളും ഒരു കാര്യത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നത്: സബ്മറൈൻ ഹണ്ടിംഗ്. ഇന്ത്യൻ മഹാസമുദ്രത്തിലും അറബിക്കടലിലും നമ്മുടെ ശത്രു രാജ്യങ്ങളുടെ സബ്മറൈൻസിന് ഇനി ഒരിക്കലും ഒരു തരത്തിലും ഒളിച്ചിരിക്കാൻ കഴിയില്ല. ഇന്ത്യൻ നാവികസേനയുടെ സമുദ്ര കരുത്തിന് പുതിയൊരു തലമാനം നൽകിക്കൊണ്ട് ഒരു പുതിയ സബ്മറൈൻ ഹണ്ടർ കൂടി കമ്മീഷൻ ചെയ്യപ്പെട്ടിരിക്കുകയാണ് INS മാൽവൻ. നമ്മുടെ കേരളത്തിന്റെ അഭിമാനമായ കൊച്ചിൻ ഷിപ്പ്യാർഡ് നിർമ്മിച്ച ഈ അത്യാധുനിക വാർഷിപ്പ് ഒരു സാധാരണ കപ്പലല്ല. ഇത് മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ മറ്റൊരു വലിയ വിജയമായിട്ടാണ് പ്രതിരോധ മേഖല വിലയിരുത്തുന്നത്. ചരിത്ര പ്രസിദ്ധമായ ഛത്രപതി ശിവജി മഹാരാജിന്റെ പ്രശസ്തമായ ആയുധമായ വാഘ് നഖ് ആണ് ഈ കപ്പലിന്റെ ക്രെസ്റ്റിലുള്ളത്. ശത്രുക്കൾ അറിയാതെ മിന്നൽ വേഗത്തിൽ ആക്രമിച്ചു കീഴടക്കുന്ന ഈ കപ്പൽ എങ്ങനെയാണ് ഇന്ത്യൻ നാവികസേനയുടെ യഥാർത്ഥ ഗെയിം ചേഞ്ചർ ആകുന്നത്? വരും വർഷങ്ങളിൽ ഇത് നമ്മുടെ തീരദേശ സുരക്ഷയെ എങ്ങനെ മാറ്റിമറിക്കും? നമുക്ക് വിശദമായിട്ട് നോക്കാം. കർണാടകയിലെ നാവിക താവളമായ കാർവാറിലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ബിഗ് കമ്മീഷനിംഗ് ഇവന്റ് നടന്നത്. വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ AP സിംഗ് ആണ് ഈ ചരിത്രപരമായ ചടങ്ങിൽ മുഖ്യാതിഥിയായിട്ട് പങ്കെടുത്തത്. വെസ്റ്റേൺ നേവൽ കമാൻഡ് വൈസ് അഡ്മിറൽ സഞ്ജയ് വത്സായൻ ഉൾപ്പെടെയുള്ള പ്രമുഖർ ചടങ്ങിൽ സാന്നിധ്യം അറിയിച്ചു. ഇവിടെ നമ്മൾ മലയാളികൾക്ക് പ്രത്യേക അഭിമാനത്തിന് വകയുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ ആത്മനിർഭർ ഭാരത് പദ്ധതിക്ക് കീഴിൽ കൊച്ചിൻ ഷിപ്പ്യാർഡിലാണ് ഈ മാഹി ക്ലാസ് കപ്പലുകൾ പൂർണ്ണമായും ഡിസൈൻ ചെയ്ത് നിർമ്മിക്കുന്നത്. ഇതിൽ എടുത്തു പറയേണ്ട കാര്യം എന്താണ് എന്ന് വെച്ചാൽ, ഇതിന്റെ നിർമ്മാണത്തിന്റെ 80% തദ്ദേശീയ സാങ്കേതിക വിദ്യയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മുടെ രാജ്യത്തെ പ്രതിരോധ വ്യവസായ രംഗത്തിന്റെയും MSME ഉൽപാദകരുടെയും വലിയൊരു വിജയമാണിത്. ഇന്ത്യൻ നാവികസേന ഓർഡർ നൽകിയ 8 മാഹി ക്ലാസ് കപ്പലുകളിൽ രണ്ടാമത്തെ കപ്പലാണ് ഈ INS മാൽവൻ. കപ്പലിന്റെ പേരും കപ്പലിന്റെ സിംബലുമാണ് അടുത്ത വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. മഹാരാഷ്ട്രയിലെ ചരിത്ര പ്രസിദ്ധമായ തീരദേശ നഗരമായ മാൽവനിൽ നിന്നാണ് ഈ യുദ്ധക്കപ്പലിന് INS മാൽവൻ എന്ന പേര് ലഭിക്കുന്നത്. 1664 ഛത്രപതി ശിവജി മഹാരാജ് അവിടെ നിർമ്മിച്ച സിന്ധുദൂർ കോട്ട ഇന്ത്യയുടെ ചരിത്രത്തിലെ തദ്ദേശീയ സമുദ്ര പ്രതിരോധത്തിന്റെ വലിയൊരു പ്രതീകമാണ്. അത്രമാത്രമല്ല, 1983 മുതൽ 2003 വരെ രാജ്യത്തെ സേവിച്ച പഴയ INS മാൽവൻ മൈൻ സ്വീപ്പർ കപ്പലിന്റെ സ്മരണ പുതുക്കൽ കൂടിയാണിത്. എന്നാൽ കപ്പലിന്റെ ക്രസ്റ്റ് നിങ്ങളെ അത്ഭുതപ്പെടുത്തും. 1659 ബിജാപൂർ ജനറൽ അഫ്സൽ ഖാനെ പരാജയപ്പെടുത്താൻ ശിവജി മഹാരാജ് ഉപയോഗിച്ച വിഖ്യാതമായ വാഘ് നഖ് അല്ലെങ്കിൽ ബാഗ് നഖ ടൈഗേഴ്സ് ക്ലോ ആണ് ഇതിന്റെ സിംബൽ എന്ന് പറയുന്നത്. ശിവജി മഹാരാജ് ഇന്ത്യയുടെ സമുദ്ര സുരക്ഷയ്ക്ക് നൽകിയ സംഭാവനയും ശക്തമായ നേവൽ ട്രഡിഷനും ആദരിക്കാനാണ് ഇങ്ങനെ ഒരു തീരുമാനം. ഇന്ത്യൻ നാവികസേനയിൽ ഒരു യുദ്ധക്കപ്പലിന് വാഘ് നഖ സിംബലായിട്ട് നൽകുന്നത് ഇതാദ്യമാണ്. സൈലന്റ് ക്ലോസ്, അതായത് ഒച്ചയും ബഹളവും ഇല്ലാതെ ശത്രുവിന്റെ കണ്ണു വെട്ടിച്ച് നിശബ്ദമായിട്ട് അടുത്തേക്ക് ചെന്ന് പുലിനഖം പോലെ മാരകമായിട്ട് ആക്രമിച്ച് കീഴടക്കുക. സൈലന്റ്, സ്വിഫ്റ്റ്, ലീഥൽ, അതാണ് INS മാൽവന്റെ സ്വഭാവം. ശബ്ദമില്ലാതെ വേഗത്തിൽ ലക്ഷ്യത്തിലെത്തുന്ന സബ്മറൈൻ ഹണ്ടർ. ഇന്ത്യ ഇപ്പോൾ മാരിടൈം മോഡേണൈസേഷൻ വേഗത്തിലാക്കുകയാണ്. എയർക്രാഫ്റ്റ് കാരിയേഴ്സ്, ഡിസ്ട്രോയേഴ്സ്, ഫ്രിഗേറ്റ്സ്, സ്കോർപിയൻ സബ്മറൈൻസ്, പുതിയ നേവൽ ഹെലികോപ്റ്റേഴ്സ്, ഇപ്പോൾ ഷാലോ വാട്ടർ സബ്മറൈൻ ഹണ്ടേഴ്സ്. ഇവയെല്ലാം ചേർന്ന് ഇന്ത്യയുടെ മാരിടൈം സെക്യൂരിറ്റി ആർക്കിടെക്ചർ കൂടുതൽ ശക്തമാക്കുകയാണ്. പ്രത്യേകിച്ച് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സീലെയിൻസ്, എനർജി റൂട്ട്, സ്ട്രാറ്റജിക് പോർട്സ് എന്നിവ സംരക്ഷിക്കുന്നതിൽ ഇത്തരം കപ്പലുകൾക്ക് വലിയ പങ്കുണ്ടാകും. മിലിറ്ററി ചരിത്രകാരന്മാർ പറയുന്നത് പോലെ ആൾബലം കൊണ്ടല്ല, മറിച്ച് തന്ത്രവും സ്റ്റെൽത്തും വിവേകവും കൊണ്ട് വലിയ ശത്രുവിനെ കീഴടക്കുക എന്ന സന്ദേശമാണ് ഈ വാഘ് നഖ് ക്രെസ്റ്റ് പ്രതിനിധീകരിക്കുന്നത്. ഇനി നമുക്ക് ഇതിന്റെ ടെക്നിക്കൽ പവറിലേക്ക് വരാം. എന്തുകൊണ്ടാണ് ഇതിനെ ആഴമില്ലാത്ത കടലിലെ വേട്ടക്കാരൻ എന്ന് വിളിക്കുന്നത്? എത്ര പേർക്കറിയാം ഈ വലിയ എയർക്രാഫ്റ്റ് കാരിയേഴ്സിനോ അല്ലെങ്കിൽ ഫ്രിഗേറ്റ്സിനോ ആഴം കുറഞ്ഞ തീരദേശ മേഖലകളിൽ ചെന്ന് പ്രവർത്തിക്കാൻ പരിമിതികളുണ്ട് എന്ന്? എന്നാൽ ശത്രു രാജ്യങ്ങളുടെ ഡീസൽ ഇലക്ട്രിക് സബ്മറൈൻസ് പലപ്പോഴും തീരങ്ങളോട് ചേർന്ന് ഒളിച്ചിരുന്ന് ആക്രമണം നടത്താൻ ശ്രമിക്കും. അതിനെ ചെറുക്കാനാണ് ഈ പുതിയ ASW/SWC, അതായത് ആന്റി സബ്മറൈൻ വാർഫെയർ ഷാലോ വാട്ടർ ക്രാഫ്റ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പ്രധാന ഫീച്ചേഴ്സ് ഒന്ന് നോക്കാം. ഒന്നാമതായിട്ട് നീളവും ഭാരവും ഏകദേശം 80 മീറ്റർ നീളവും 1100 ടണ്ണോളം ഡിസ്പ്ലേസ്മെന്റുമുള്ള ഒരു മാസീവ് ഡിസൈൻ ആണ് ഈ കപ്പലിന്റേത്. ഇനി വാട്ടർ ജെറ്റ് പ്രൊപ്പൽഷൻ ആണ്. സാധാരണ പ്രൊപ്പല്ലേഴ്സിന് പകരം അത്യാധുനിക വാട്ടർ ജെറ്റുകളാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതിനാൽ ആഴം കുറഞ്ഞ വെള്ളത്തിലും അതിവേഗത്തിലും കൃത്യതയോടെയും മനോഹരമായിട്ടും വഴങ്ങി സഞ്ചരിക്കാൻ ഇതിന് കഴിയും. ഇനി ഹൈടെക് സോണാർ സിസ്റ്റമാണ്. സമുദ്രത്തിനടിയിലൂടെയുള്ള ശത്രുക്കളുടെ ചലനം സെക്കൻഡുകൾക്കുള്ളിൽ കണ്ടെത്താൻ സാധിക്കുന്ന അഡ്വാൻസ്ഡ് ആക്റ്റീവ്
പാസീവ് സോണാറുകൾ ഇതിലുണ്ട്. ഇനി ആക്രമണ ആയുധങ്ങൾ, വെപ്പൺസ്. ശത്രു സബ്മറൈനുകളെ തകർക്കാൻ മൾട്ടി ഫങ്ഷണൽ ആന്റി സബ്മറൈൻ റോക്കറ്റ്സ്, ലൈറ്റ് വെയ്റ്റ് ടോർപിഡോസ് എന്നിവ സജ്ജീകരിച്ചിട്ടുണ്ട്. സബ്മറൈൻ ഹണ്ടിങ്ങിന് പുറമെ മൈനുകൾ സ്ഥാപിക്കാനും കണ്ടെത്താനും കോസ്റ്റൽ പാട്രോളിംഗിനും ലോ ഇന്റൻസിറ്റി മാരിടൈം ഓപ്പറേഷൻ LIMOയ്ക്കും ഇത് ഉപയോഗിക്കാം. ഇന്നത്തെ ജിയോ പൊളിറ്റിക്കൽ സിറ്റുവേഷനിൽ സമുദ്ര സുരക്ഷയ്ക്ക് ഇന്ത്യ നൽകുന്ന പ്രാധാന്യം വളരെ വലുതാണ്. അന്താരാഷ്ട്ര സമുദ്ര വാണിജ്യ പാതകളെ സുരക്ഷിതമാക്കേണ്ടത് നമ്മുടെ സാമ്പത്തിക വളർച്ചയ്ക്കും അത്യാവശ്യമാണ്. ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ ചൈനീസ് നാവികസേനയുടെ സാന്നിധ്യവും അവരെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങളുടെ കരുനീക്കങ്ങളും നാം കാണുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ 16 പുതിയ ASWSWC കപ്പലുകൾ പൂർണ്ണമായിട്ട് നാവികസേനയുടെ ഭാഗമാകുമ്പോൾ ഇന്ത്യയുടെ അറബിക്കടലിലെയും ബംഗാൾ ഉൾക്കടലിലെയും തീരദേശ പ്രതിരോധം പൂർണ്ണമായും അജയമാകും. വലിയ വാർഷിപ്സ്, എയർക്രാഫ്റ്റുകൾ, വലിയ സബ്മറൈൻസ് എന്നിവയ്ക്കൊപ്പം ഒരേ താളത്തിൽ ചേർന്ന് പ്രവർത്തിക്കാൻ INS മാൽവനും അതിന്റെ കൂട്ടാളികൾക്കും സാധിക്കും. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇന്ത്യയുടെ സമുദ്ര അതിർത്തികൾ കാക്കാൻ, ശത്രുക്കളുടെ ഉറക്കം കെടുത്താൻ നമ്മുടെ സ്വന്തം മാൽവൻ തയ്യാറായി കഴിഞ്ഞു. തദ്ദേശീയമായി നമ്മൾ വികസിപ്പിച്ചെടുത്ത ഇത്തരം യുദ്ധക്കപ്പലുകൾ ആഗോള പ്രതിരോധ രംഗത്ത് ഇന്ത്യയുടെ സെൽഫ് റിലയൻസ് അല്ലെങ്കിൽ ആത്മനിർഭരത എത്രത്തോളം വളർന്നു എന്നതിന്റെ വ്യക്തമായിട്ടുള്ള തെളിവാണ്. കടലിൽ ഏറ്റവും അപകടകാരിയായ ശത്രു എല്ലായ്പ്പോഴും കാണാൻ കഴിയുന്നവനല്ല, കാണാൻ കഴിയാത്തവനാണ്. അത്തരം ശത്രുവിനെ കണ്ടെത്തി തടയാൻ കഴിയുന്ന ശേഷിയാണ് ഒരു രാജ്യത്തിന്റെ യഥാർത്ഥ മാരിടൈം പവർ എന്ന് പറയുന്നത്. INS മാൽവന്റെ കമ്മീഷനിങ് ഒരു പുതിയ യുദ്ധക്കപ്പൽ കൂടി നേവിയിൽ ചേർന്നു എന്ന ഒരു കേവലം വാർത്തയല്ല. ഇന്ത്യയുടെ കടലിനടിയിലെ സുരക്ഷ കൂടുതൽ ശക്തമാകുന്നു എന്ന പുതിയ അധ്യായത്തിന്റെ തുടക്കമാണ്. ഭാവിയിലെ നേവൽ വാർഫെയറിൽ ജയിക്കുന്നത് ഏറ്റവും വലിയ കപ്പലുള്ള രാജ്യമായിരിക്കണം എന്നില്ല, ഏറ്റവും ആദ്യം ശത്രുവിനെ കണ്ടെത്തുന്ന രാജ്യമായിരിക്കും. INS മാൽവൻ അതിനായുള്ള ഇന്ത്യയുടെ പുതിയ ശക്തമായിട്ടുള്ള ആയുധമാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.